ഹലോ അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്കല്ലേ, നോമ്പാണല്ലേ. അപ്പോൾ നോമ്പിന് സ്പെഷ്യലായിട്ട് നമ്മൾ നാട്ടിൽ വന്ന കണ്ടേട്ടോ. അപ്പോൾ ഇവിടുന്ന് തണ്ണിമത്തം കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്ന നേരം. അപ്പോൾ മക്കൾ നമ്മൾ സ്പെഷ്യൽ കറി ഞാനായിട്ട് ഉണ്ടാക്കുന്നത് വെറും തക്കാളി കൂട്ടാനാണ്. ഇന്ന് നോമ്പുറൊക്കെ നമ്മൾ സാധാരണ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ഇടാം. പക്ഷേ കുറച്ച് എണ്ണ ഒഴിച്ചതല്ലേ, അങ്ങനെ കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ തക്കാളിക്കറി ഉണ്ടാക്കട്ടെ സ്പെഷ്യലായിട്ട്. എന്തായാലും ചോറിന് തക്കാളിക്കറി കൂട്ടി കുറേ ദിവസം ചോറ് തരും. പക്ഷേ നോമ്പിന് വെളുപ്പമാണ് ചെയ്തു. അങ്ങനെ തക്കാളിക്കറി ആരടിനായിട്ട് ഉണ്ടാക്കണം എന്ന് നോക്കില്ല. റാഷിക്കോ നമ്മൾ അറിയില്ല കുക്കിങ്ങിന് ചെയ്യുന്ന ആളെന്ന് ഓൾക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ അങ്ങനെ ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാണ്ടിട്ട് ചട്ടി ചൂടാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടോ. എങ്ങനെ തന്നെയല്ലേ, എങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയ തക്കാളി ഇവിടെ തക്കാളീനെ കാണാമല്ല, തക്കാളി പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എണ്ണ ചൂടായി തോന്നുന്നു. അങ്ങനെ എന്തായാലും സ്പെഷ്യലായിട്ടുള്ള തക്കാളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലേ. ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എങ്ങനെ എന്തോ ഉണ്ടാവും നോക്കാം നമുക്ക്. ഇന്ന് തക്കാളി ഇട്ടിട്ടുണ്ട്, വെന്തിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ. പ്രാവശ്യം ഉപ്പിടുന്നില്ല, ഉപ്പിടാനായിട്ടില്ല എന്ന് ഞാനൊക്കെ പറഞ്ഞു. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാമല്ലേ. മക്കളെ കറി വെച്ചിട്ട് ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ടോ. ഉറക്കം കഴിഞ്ഞിട്ട് ഇതൊക്കെ മുഖം തുടച്ച് ഇനി വെള്ളം കലക്കാൻ വിചാരിച്ചു. വെള്ളം എന്താ വെച്ചാൽ തണ്ണിമത്താണ്. ഫസ്റ്റ് നോമ്പിൽ എൻ്റെ കൊടുന്ന തണ്ണിമത്തത്തിലും അതുപോലെ തന്നെ മുന്തിരി കൊണ്ട് ചെറിയൊരു സംഭവം ഉണ്ടാക്കുകയാണ്. അതിലിപ്പോൾ എങ്ങനെ നല്ല ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് മുസംബിലെ. അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ചെറിയ ലെവൽ കേട്ടോ, അല്ലാതൊരു ലെവലായിട്ടില്ല. ഓള് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസംബിലെ. മുസംബി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തണ്ണിമത്തങ്ങ വെള്ളം കലക്കാൻ വേണ്ടി അങ്ങനെ നിർത്തിച്ചിരിക്കുന്നു. എന്തായാലും ഈ കൊടുക്കലായിട്ട് നമ്മൾ ഉണ്ടാക്കണത് ഒരു പഴയ ലെവൽ ഉണ്ടാക്കണത് സെറ്റപ്പായിട്ട്. എന്തായാലും നമുക്കൊന്ന് മുറിച്ച് വെക്കാം അല്ലേ. ഫസ്റ്റ് തണ്ണിമത്തം പകുതിയൊക്കെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പകുതിയാക്കണം. അപ്പോൾ നമ്മൾ സീറ്റിൻ്റെ കളറും കാര്യങ്ങളും നോക്കണ്ട കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ മുറുക്കാനെ പിടിക്കുകയാണെങ്കിൽ സീറ്റ് നമ്മൾ ഇട ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും വേസ്റ്റും കാര്യങ്ങളാവും. പിന്നെ ഇത് ചില്ലാണ്. എനിക്ക് കണ്ട കമന്റിൽ പോയിട്ട് ചെയ്തും അത് എടുത്തില്ല, വെളുപ്പില്ല, അതില്ല, മറ്റേതില്ല. നമ്മളെ വീടല്ലെങ്കിൽ പഴയ വീടാണ്, അത് ഓക്കെ. അതെ ഞാൻ ചെയ്തോളാം മൊത്തം. ഞാൻ ചെയ്തോളാം മൊത്തം. എൻ്റെ കുട്ടി എന്താ വിലക്കാരും അസുഖരെന്നെ കളിയാക്കി പോയിട്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നമ്മൾക്ക് സ്പെഷ്യൽ സാധനം സംഭവം എന്തൊരു തണ്ണിമത്തത്തിൽ ആരും ഒരു മിനിറ്റ് അടി കേട്ടോ. തണ്ണിമത്തത്തിൽ ആരും മുന്തിരി ഇടില്ല. പക്ഷെ നമ്മൾ സ്പെഷ്യലായിട്ട് മുന്തിരി ഒന്ന് പറഞ്ഞ ജനലിനോട് എന്താ ചോദിച്ചു ഇത് കിട്ടുമെന്ന്. ഓക്കെ. അപ്പൊ എന്തായാലും തണ്ണിമത്തം ഇത് പൊളിച്ചോ കേട്ടോ. മക്കളിപ്പോ ഇവിടെ നടക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വള്ളത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് കോപ്പി ചെയ്തേക്കാണ് എന്റെ റാഷിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റാഷിദ റഫ്മോട് പറഞ്ഞിട്ട് എന്താ അറിയോ, നാളുകൾക്ക് പരീക്ഷന് കോപ്പി എങ്ങനെ എഴുതിയേക്കാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓളെ സാറോ ഓളെ ഫ്രണ്ട്സ് ആരെയും കാണാനെങ്കിൽ ഒന്ന് കമ്പനി ഇടണം കേട്ടോ. അപ്പൊ ഓക്കെ പോട്ടെ. ഫസ്റ്റ് നോമ്പർ നിങ്ങൾ എങ്ങനെയെന്നില്ല കമ്പനി ഇടണം കേട്ടോ. മറക്കരുത്. നോമ്പർ എങ്ങനെയൊക്കെ കളികൾ എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ സാധനങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കണത്, എന്തുകൊണ്ട് കളിക്കണത് എന്നുള്ള നോമ്പ് പറയത്തില്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ ഇന്നത്തെ നോമ്പ് പറ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. വെറും ഇല്ല. റഷീദ് കാണിച്ചോട്ടാ കുറച്ച് മുസംബി എടുത്തുകൊണ്ടു, അതുപോലെ തന്നെ കുറച്ച് മുന്തിരി, തണ്ണിമത്ത മത്തക്ക തണ്ണിമത്ത എന്നൊക്കെ പറയും. പിന്നെ ഞാന് കുറച്ച് മത്തക്ക വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മത്തനാണല്ലോ. പിന്നെ നമ്മൾ കുടിക്കലാണ് പഴയ ലെവലിൽ കുടിക്കാനായിട്ട് നമ്മൾ വെള്ളം കലക്കരുത്. നോക്കൂല സമ്മതിക്കില്ല. ഒരു പണി എടുക്കൂല, പണിയെടുക്കൂല, സമ്മതിക്കൂല, ഒന്നും എത്തില്ല. ഒരു പണി എന്ത് കാര്യം ഉണ്ടാക്കി മീൻ പൊരിച്ചടി ഇല്ല, ചൂട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഒന്നും അറിയില്ല, ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എങ്ങനെ സംഭവിച്ചു, ഇന്ന് നമ്മളെ സ്പെഷ്യൽ ചോറ് നല്ല
തക്കാളിക്കറി, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ അച്ചാറുണ്ട്. ഇന്ന് ഞങ്ങൾ നോമ്പുള്ള ഫുഡ് അതാണ്. നാളെ റാഷ് പറഞ്ഞു ഇറച്ചുമ്പത്തിന് വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറച്ചിക്ക് 15 പൈസ എടുക്കുക, 15 റാഷ് എടുക്കുകയാണ് അല്ലേ. പറഞ്ഞതാണ്. അപ്പൊ മക്കളെ എന്തായാലും ഇപ്പൊ വരട്ടോ, ഒന്നൊന്ന് മുറിച്ച് സെറ്റാക്കട്ടെ. അപ്പോൾ പഞ്ചസാര നമ്മൾ കുറച്ചിടാൻ പോകട്ടെ. പഞ്ചസാര എന്തായാലും ഇത് വേണം. പിന്നെ കുറച്ച് ഇത് ഒഴിച്ചു പോകണം. നമ്മൾ കൈ കൊണ്ട് ഒരു കളർ നല്ലോണം കുറച്ചും പഞ്ചസാര കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ തോന്നി. അപ്പോൾ കുറച്ച് വിട്ടിട്ടുണ്ട്. അടക്കം പ്രത്യേകിച്ച് അടക്കാൻ നോക്കുന്നത് പെണ്ണിനെ നദിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ മുന്തിരി പോട്ടും. മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി പാക്കുക. കൂട്ടി കഴിച്ചിട്ട് വേണ്ട കുടിക്കാൻ. അപ്പോൾ മക്കളെ ഇത് കണ്ടോ, നമ്മൾ വള്ളങ്ങൾ ഇത് വെക്കാൻ വേണ്ടി ഇതാക്കിയത് കേട്ടോ. ഓരോ വെള്ളം ഒഴിക്കണം നമുക്ക്. അല്ലാതെ ഐസും കട്ട ഉണ്ടാകും, നമ്മൾ കലക്കിയെടുക്കുകയും ചെയ്യും കേട്ടോ, കറക്റ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഇതാണ്. നല്ല തക്കാളിക്കറി, ചോറ്, മീൻ പൊരിച്ചത്, മാങ്ങപ്പേര്, അച്ചാർ. മക്കളതും തിന്നിട്ട് ഇപ്പം വരെ കേട്ടോ, വെയിറ്റ് ഒക്കെ. അങ്ങനെ മക്കളെ നമ്മൾ ഫുഡ് കഴിച്ച് നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഗായ്സ്. അപ്പോൾ എന്തായാലും ഈ നോമ്പ് തുറന്ന് നോമ്പുറങ്ങ അങ്ങനെ നല്ല ഹൈ ലെവലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അത്ര ഒന്നും ഇതാക്കില്ല, ചെറിയ ലെവൽ എല്ലാ പ്രാവശ്യം അങ്ങനെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് മുൾട്ടി പപ്പുഞ്ഞില്ലേ പാപ്പ അതാണ്. അതാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല തക്കാളി കറി, ചോറ്, നല്ല മീൻ പൊരിച്ചത്, പിന്നെ നമ്മൾ അച്ചാർ, നാരങ്ങ അച്ചാർ, കിട്ടിയിട്ടുള്ള നാരങ്ങ അച്ചാർ, അങ്ങനെ സെപ്പറേറ്റ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇൻഷാല്ല ഞങ്ങൾ നോമ്പുറ ചെറിയ നോമ്പുറ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് മക്കളെ ഇൻഷാല്ല. അപ്പോൾ എല്ലാവരും നോമ്പുറ എങ്ങനെയൊക്കെ ആയിരുന്നില്ലെന്ന് കമൻറ്റ് ഇട്ടിട്ടോ എന്തായാലും ഇൻഷാല്ല. അല്ലേ റാഷേ? റാഷ കഴിച്ചില്ല, റാഷ ഫുഡ് കഴിക്കണുള്ളൂ നമ്മള്. അപ്പോൾ ഞാൻ ഇൻഷാല്ല സ്റ്റുഡിയോക്ക് പോകുന്ന പള്ളിയിൽ പോകണം, തറാവിസ്കരിക്കണം. അങ്ങനെ എന്തായാലും 11 മാസം തൊലിമയിച്ച് കിടക്കുന്ന ഒരു മാസം നിൽക്കണ്ടല്ലേ റാഷേ? പോയി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നേക്കും. ബൈ.